ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ കോവേർട്ട് ഓപ്പറേഷൻ നടത്താൻ, ഗൊറില്ല യുദ്ധമുറകൾ നടത്താൻ അവർ മിടുക്കന്മാരാണ്. ബൈബിളിൽ ജൂതന്മാരെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ പണ്ട് ദാവീദ് രാജാവ് ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലുള്ള പല കോവേർട്ട് ഓപ്പറേഷൻ ചാരപ്രവൃത്തി നടത്തി ശത്രുപാളയത്തിലുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് അവർ വരികയും ശത്രുപാളയത്തിനെ അവരെ അടിച്ചിടുന്നതായിട്ട് ഉള്ള ഒരുപാട് സന്ദർഭങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധം യുദ്ധാടിസ്ഥാനത്തിൽ നടക്കുകയാണ്. വലിയൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ പശ്ചിമേഷ്യയിലെ മറ്റുള്ള രാജ്യങ്ങളെപ്പോലെ ഒരു തുറന്ന ഒരു പുസ്തകമല്ല, കെട്ടിയടയ്ക്കപ്പെട്ട ഒരു രാജ്യമാണ്. പലതരത്തിലുള്ള സംഘടനകൾ ആ രാജ്യത്തിനെ സംരക്ഷിക്കുന്നുണ്ട്. മിലിറ്ററി ഉണ്ട്, ചാരസംഘടനയുണ്ട്, അവർ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രത്യേക ഒരു വിഭാഗമുണ്ട്. അവരൊക്കെ ഹൈലി ട്രെയിൻഡാണ്. ലോകോത്തര നിലവാരമുള്ള പരിശീലനമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇസ്ലാമിക സൈനിക രാജ്യമാണ് ഇറാൻ. പെട്ടെന്നൊരാൾക്ക് പുറത്തുനിന്ന് പോയിട്ട് അത്രയും വേഗം ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. പക്ഷേ ഇസ്രായേലിയർക്ക് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഇറാനുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് പ്രാചീന കാലഘട്ടം മുതലേ അവർ ഇറാനിൽ താമസിക്കുകയും അവിടുത്തെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുള്ള എല്ലാ സ്ഥലങ്ങളെക്കുറിച്ച് ആധികാരികമായി വ്യക്തമായൊരു ചിത്രം എടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു അനുഭവം അവർക്കുണ്ട്. അവർ ദീർഘനാളുകൾ ജൂതന്മാർ ഇറാനിലുണ്ടായിരുന്നു. ഇസ്ലാമൊക്കെ വരുന്നതിന് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ജൂതന്മാരുടെ സാന്നിധ്യം ഇറാനിൽ ഉണ്ടായിരുന്നു. ഇറാനിലെ സംസ്കാരത്തിൽ ജൂതന്മാർക്ക് വലിയൊരു പങ്കുണ്ട്. ഇപ്പോഴും ഒരുപാട് ജൂതന്മാരായിട്ടുള്ള ബിസിനസ്സുകാർ ഇറാനിൽ താമസിക്കുന്നുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുള്ള പോലെ അവിടെയും ജൂതന്മാർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജൂതന്മാർ എപ്പോഴും ഇസ്രായേലിനോടായിരിക്കും അവർക്ക് ചായ്വ് കൂടുതൽ. അവരെ മറയാക്കി വെച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ചാരസംഘടന മൊസാദ് ഒരുപാട് താവളങ്ങൾ ഇറാനിൽ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ വ്യോമതാവളങ്ങളുണ്ട്, മറ്റു പല താവളങ്ങളുണ്ട്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഡ്രോൺ ഉപയോഗിച്ചിട്ട് അവർ ഇറാനിലുള്ള പ്രമുഖരായിട്ടുള്ള സൈനിക നേതാക്കന്മാർ എവിടെയാണ്, ഇറാനിലെ സൈന്യങ്ങളുടെ നീക്കം എന്താണ് എന്നൊക്കെയുള്ളത് അവർ മനസ്സിലാക്കുന്നത്. മാത്രമല്ല പൈസ കൊടുത്തിട്ട് ഒരുപാട് ഇറാനിയർ ആയിട്ടുള്ള ആളുകളെ ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്താൻ അവർ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ആളുകളെയാണ് ഈയിടെ ഇറാൻ പിടിച്ചിട്ട് കൊന്നിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഈ ചാരപ്രവൃത്തി കാരണമാണ് ഇറാൻ തോൽക്കാൻ കാരണം.